ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. റാഫീഞ്ഞ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്നലെ യുർഗൻ ക്ലോപ്പും രംഗത്ത് വന്നിരുന്നു. അതായത് താരങ്ങളുടെ വെക്കേഷനാണ് അപഹരിക്കപ്പെടുന്നത്, ഒരുപാട് മത്സരങ്ങൾ താരങ്ങൾക്ക് തുടർച്ചയായി കൊണ്ട് കളിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഒട്ടുമിക്ക താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാകും എന്നുള്ള ഒരു ആരോപണങ്ങളായിരുന്നു റാഫീഞ്ഞയും അതുപോലെ തന്നെ യുർഗൻ ക്ലോപ്പും ഒക്കെ ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ബയേണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കാൾ ഹൈൻകെ റുമ്മനിഗ തന്നെയാണ്. അതായത് ഈ മത്സരങ്ങൾ കൂടാനുള്ള കാരണം അത് താരങ്ങൾ തന്നെയാണ് എന്നാണ് റുമ്മനിഗ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷെ ഇതിനൊക്കെ കാരണം താരങ്ങളും കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എല്ലാ താരങ്ങളും വലിയ സാലറിയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ക്ലബ്ബുകളും തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏക മാർഗം കൂടുതൽ മത്സരങ്ങൾ കളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇതിൽ ഒരു പങ്കുണ്ട്. ഫുട്ബോളിന് പിറകിൽ വലിയ ഒരു ബിസിനസ് കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം സന്തുലിതമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ ബയേണിന്റെ CEO പറഞ്ഞിട്ടുള്ളത്. അതായത് താരങ്ങൾക്ക് സാലറി നൽകണമെങ്കിൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആകർഷകമായ തുകകളാണ് ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരങ്ങൾ വിജയിക്കുന്നതിനും വലിയ ഒരു തുക തന്നെയാണ് ഫിഫ ഇപ്പോൾ നൽകുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.